മാമ്പഴ പായസം ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു 2 കിലോ മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് നെയ്യിൽ റോസ്റ്റ് ചെയ്ത റവ, പഞ്ചസാര, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മിൽക്ക് മെയ്ഡ്, നെയ്യ്, ഇതൊക്കെയാണ് ഇതിൽ ചേരുവകൾ. തൊലി ചെത്തി വൃത്തിയാക്കിയെടുക്കാം. ഇത് കോട്ടുകുണ മാങ്ങയാണ് ഈ മാമ്പഴ പായസത്തിന് ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമേ ഈ മാങ്ങ കിട്ടാറുള്ളൂ. ഇത് നല്ല മധുരവും നല്ല മണവും ഒക്കെ ഉള്ള ഒരു നാടൻ ബ്രീഡായിട്ടുള്ളൊരു സാധനമാണ്. ഇതെല്ലാം നമ്മൾ ചെത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ പായസത്തിന് കണക്കാക്കി അരിഞ്ഞെടുക്കാം. ഇപ്പം മാങ്ങയ്ക്ക് നല്ല സീസണായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മാങ്ങയുടെ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് വലിയ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഈ മാമ്പഴ പായസം. നല്ല മധുരമുള്ള മാങ്ങ തന്നെ, മധുരവും മണവും ഉള്ള മാങ്ങ തന്നെ ഇതിന് ഉപയോഗിക്കണം എന്നുള്ള ഒരൊറ്റ പ്രത്യേകതയേ ഉള്ളൂ. സൈസിന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം അടുപ്പ് കത്തിച്ച് അതിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും മാങ്ങ ഇടണം. ഇതൊരു 200 ഗ്രാം നെയ്യുണ്ട്. ഇത് മൊത്തം ഈ പായസത്തിന് ആവശ്യമുണ്ട്. നെയ്യ് നല്ല ചൂടായി. ഇനി മാങ്ങ ഇടാം. കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത മാങ്ങ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ഉപയോഗിക്കാനാണ്. നല്ല കുറഞ്ഞ തീയിൽ തന്നെ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ കൂടിപ്പോയിരുന്നാലും പാത്രത്തിൻ്റെ അടിയിൽ മാങ്ങ ഇരുന്ന് കരിഞ്ഞു പോകും. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ കുറഞ്ഞ തീയിൽ കിടന്ന് നല്ല സ്ലോ കുക്കാവണം മാങ്ങ. ഫുള്ള് മെൽറ്റായി പോകാനും പാടില്ല. നമ്മൾ പായസം കുടിക്കുമ്പോഴത്തേക്ക് ഈ അട പായസമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഈ അട കടിക്കുന്നത് പോലെ മാങ്ങ കടിക്കാൻ കിട്ടണം. മാങ്ങ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന റവ, ഒരു 100 ഗ്രാം റവ ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്ത് ഈ റവയും നെയ്യും മാങ്ങയും നല്ല മിക്സായി. ഇനി അങ്ങോട്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. മാങ്ങ നല്ല വെന്ത് അതിൻ്റെ ചാറ് കുറുകി ഒരു അലുവയുടെ പരുവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നല്ല ഇളക്കി കൊടുക്കണം, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 2 ലിറ്റർ പാലാണ് ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഒഴിച്ച് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ മാങ്ങയുടെ നല്ല ഓറഞ്ച് കളർ, പായസത്തിൻ്റെ കളർ നല്ല ഇങ്ങനെ മേളിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റോളം ഈ പാലിൽ കിടന്ന് കുക്കാവാനുണ്ട്. മാങ്ങ നല്ല വെന്ത് പായസം നല്ല കട്ടിയായി. മാങ്ങയും റവ ഉള്ളതുകൊണ്ട് ഇതിൽ നല്ല കട്ടിയായിരിക്കുകയാണ് പായസം. ഇനിയും ഒരു 1 ലിറ്ററോളം പാൽ ഇതിൽ കയറും. ഇപ്പം നല്ല കട്ടിയായി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. മധുരത്തിന് മാങ്ങയിൽ മധുരമുണ്ട്, എന്നാലും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഇപ്പം നല്ല കുറുവി വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ പാലൊഴിച്ച് നമ്മൾ പായസം ലൂസാക്കിയിട്ടുണ്ട്. ലേശം മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. പായസം കുടിക്കാൻ പരുവത്തിനുള്ള ലൂസിൽ തന്നെയാണ് ഉള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. ഇത് റവോടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും തണുക്കുന്നതനുസരിച്ച് കട്ടിയാവും. മാമ്പഴത്തിൻ്റെ സീസണായി നിൽക്കുന്ന ഈ ടൈമിൽ എല്ലാവരും
ഒരു മാമ്പഴ പായസം ട്രൈ ചെയ്ത് നോക്കി അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ അറിയിക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ വറുത്ത് ഇതിൽ കൂടെ ചേർക്കണം. പിന്നെ കുറച്ച് മാങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതും നെയ്യിൽ വഴറ്റി ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് മാങ്ങയുടെ പീസുകൾ കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാങ്ങ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റി വറുത്തിടാനായിട്ട് കുറച്ച് ബാലൻസ് വെച്ചിരുന്ന നെയ്യ് ചൂടായിട്ടുണ്ട്. അതിൽ കിസ്മിസ് ഇടാം. റെഡിയായി വരുമ്പോഴേക്കും അണ്ടിപ്പരിപ്പ് കിസ്മിസും അണ്ടിപ്പരിപ്പും റെഡിയായിട്ടുണ്ട്. അതിൽ ബാലൻസ് നമ്മൾ മാറ്റി വെച്ചിരുന്ന മാങ്ങ കൂടെ ഇതിൽ ഇട്ട് വഴറ്റിയെടുത്താൽ പായസം കുടിക്കുമ്പോൾ അത് കടിക്കാനായിട്ട് കിട്ടും. പായസത്തിൻ്റെ അവസാന മിനുക്ക് പണി അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബാലൻസ് വെച്ചിരുന്ന കട്ട് ചെയ്ത മാങ്ങ ഇതെല്ലാം നെയ്യിൽ വഴറ്റി അത് ഈ പായസത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴ പായസം റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലൊരു മാമ്പഴ പായസം വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യണം.